യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അതേ, നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള മധ്യസ്ഥതാ പ്രവൃത്തിയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളവരാണെന്ന് നമുക്ക് ബോധ്യമായി തീരുവാനിടയായി തീർന്നല്ലോ. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ധാരാളം ഇപ്രകാരമുള്ള ആത്മീയ ഗുണഗണങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ഇടയായിത്തീരും. അത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ട്രാൻസ്ഫോം ചെയ്യുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരുമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വചനഭാഗത്തു നിന്നും ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. ഇന്ന് ഞാൻ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, ദൈവത്തോട് അബ്രഹാം സംസാരിച്ചു. പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. 30-ാമത്തെ വാക്യം, അതിന് അവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്നവൻ അരുളി ചെയ്തു. നോക്കൂ, നമ്മൾ ഈ വാക്യങ്ങളിൽ വായിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ആദ്യം 50 പറഞ്ഞു. അതേ 50 പറഞ്ഞ ശേഷം 5ൻ്റെ യൂണിറ്റായിട്ട് 45ലേക്ക് അവനത് താഴ്ത്തി. പിന്നീട് 40ലേക്ക് വന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ശേഷം 30ലേക്ക് കടന്നു വരിക. 30ലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള സംഭാഷണത്തിൽ അബ്രഹാമിന് ഫീൽ ചെയ്യാണ്, ദൈവം കോപിക്കുമായിരിക്കുമോ? അതുകൊണ്ട് താൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ നീ കോപിക്കരുതേ. അതിനർത്ഥം ദൈവം കോപിക്കുന്ന ദൈവമാണെന്ന് അതേ അബ്രഹാമിനറിയാം. ദൈവം കോപിക്കും. എന്താണ്, ഞാൻ ഇങ്ങനെ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ കണക്ക് പഠിപ്പിക്കുന്നുവോ എന്നുള്ള ഒരു ശങ്കയിൽ അബ്രഹാം ചോദിക്കുകയായിരിക്കും, കർത്താവേ നീ കോപിക്കരുതേ, കാരണം ഞാൻ നിന്റെ സന്നിധിയിൽ വളരെ ആവശ്യബോധം ഉള്ളവനായിരിക്കുന്നു. ഒരു കടമ തീർക്കുക എന്നുള്ളതായിരുന്നില്ല അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത് ഒരു കടമ തീർക്കാനല്ല. വി ആർ സ്പീക്കിംഗ് വിത്ത് ഗാഡ്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. ഞാൻ ഈ ഒരു വേദഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് അഫെയർ. അത് ഒരു മതപരമായ കാര്യമായി നമ്മൾ എടുക്കരുത്. അത് മതപരമായ കാര്യമല്ല, മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണമാണ്. അവിടെ ചർച്ചകളുണ്ടാകാം, അവിടെ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഗൗരവമായി നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന ഒക്കെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ നീക്കണം. സാധാരണയായിട്ട് ആളുകൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ വീക്ഷിക്കാറുള്ളത്, പലരും മതപരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഇത് ഒരു ആചാരാനുഷ്ഠാനം പോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചിലർ 3 നേരം പ്രാർത്ഥിക്കാറുണ്ട്, ചിലർ 2 നേരം പ്രാർത്ഥിക്കാറുണ്ട്, ചിലർ 1 നേരം പ്രാർത്ഥിക്കാറുണ്ട്. ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പോലെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു? എന്താണ് ആ പ്രാർത്ഥനയുടെ ഒരു സബ്ജക്റ്റ്? എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടാകണം. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു. നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ സംസാരിക്കേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലേ? ആ വിഷയത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു റിലീജിയസ് എന്നവണ്ണമാണെങ്കിൽ നമ്മൾ സാധാരണ ചോദിക്കുന്നു, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? വീട്ടിൽ എല്ലാവർക്കും സൗഖ്യമാണല്ലോ? ഓക്കെ, ബൈ ബൈ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക. ഈ ഒരു മോഡലല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. പലപ്പോഴും പലരുടെയും പ്രാർത്ഥന ഈ മോഡലല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദേ ഡോണ്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോട് ബന്ധമില്ല. അതായത് ദൈവത്തോട് ബന്ധമില്ലെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരായ ആളുകളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തോട് നമ്മൾ വിഷയം വെച്ച് സംസാരിക്കണം. ഏതെങ്കിലും വിഷയം വെച്ച് സംസാരിക്കണം. അങ്ങനെയുള്ള സംസാരമാണ് നീണ്ടു നിൽക്കുന്ന സംസാരം. ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തിയോട് മറ്റൊരു കാര്യവും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയുന്നതായ ഉപചാര വാക്കുകൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തീർന്നു പോകും. പക്ഷെ എനിക്ക് സംസാരിക്കുവാൻ ധാരാളം വിഷയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശക്തമേറിയതായൊരു വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുടെ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആശയവിനിമയം തന്നെയാണ്.
പക്ഷേ അവിടെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ആണ് എന്ന് കരുതിക്കൊണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോടുള്ള അപേക്ഷയും നൽകും. ദൈവമേ, നീ സഹായിക്കണമേ, നീ വിടുവിക്കണമേ, ഇറങ്ങി വരണമേ, അല്ലെങ്കിൽ സൗഖ്യമാക്കണമേ, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അതോടൊപ്പം തന്നെ ദൈവത്തോട് നമ്മൾ സംഭാഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമേ, ഞാൻ ചില വിഷയങ്ങളിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. ആ വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം മറുപടി തരുമോ എന്നുള്ളത്. ദൈവം മറുപടി തരുമോ? ഞാൻ നിങ്ങളോട് 100% ഉറപ്പായി പറയുന്നു, ദൈവം നമുക്ക് മറുപടി തരും. ഒരു ദൈവദാസൻ ഇപ്രകാരം തൻ്റെ പുസ്തകത്തിൽ എഴുതിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തോടെ കാര്യങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് കാണത്തില്ല, നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകും. അതിനർത്ഥം നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ തന്നെ തുടരണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ ആ വിഷയത്തിൽ ദൈവം മുമ്പാകെ തന്നെ ആയിരിക്കണം. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഒക്കെയും വി ഷുഡ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദേ ക്യാൻ എവറി ടൈം, എവറി മൊമെൻറ്റ്, എല്ലാ സമയത്തും അവർക്ക് ദൈവ ആലോചന ശ്രദ്ധിക്കാൻ കഴിയും, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവ ആലോചനയുടെ വെളിച്ചത്തിൽ ജീവിക്കണം. ഇനി നമുക്ക് ലഭിക്കുന്നതായ ദൈവാലോചന എപ്പോഴും ദൈവവചനവുമായി മാച്ച് ചെയ്യുന്നതായിരിക്കണം, അതിനെ ചേരുന്നതുമായിരിക്കണം. അല്ലാതെ ഒരു ആലോചനയല്ല നമ്മൾ പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അബ്രഹാം എന്തു ചെയ്യുന്നു? ദൈവത്തോട് ഉള്ള ഒരു സംഭാഷണത്തിൽ അവൻ വളരെ പെർസിസ്റ്റൻ്റായി, വളരെ സ്ഥിരതയോടുകൂടെ അബ്രഹാം സംസാരിക്കുക. അതുകൊണ്ട് താൻ സംസാരിച്ചു വരുന്നു. 50, 45, 45 40, 40, 30, ഇങ്ങനെ 30 പറഞ്ഞ ശേഷമാണ് കർത്താവെ കോപിക്കരുത് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞ്, ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. എന്നിട്ട് 31-ാമത്തെ വാക്യമായപ്പോഴേക്കും ആ പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി അങ്ങ് കൂടുകയാണ്. അബ്രഹാം പറഞ്ഞു, ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്നവൻ പറഞ്ഞതിന് ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്നവൻ അരുളി ചെയ്തു. എന്നിട്ടും അബ്രഹാം പിന്നീട് പറയാണ്, അപ്പോൾ അവൻ കർത്താവെ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, ഒറ്റ പ്രാവശ്യം ഞാൻ പറയത്തുള്ളൂ. അതെന്താണ്? 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്നവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിന് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഈ പ്രാർത്ഥനയുടെ അവസാനമാണ് നമ്മൾ ധാരാളമായി ചിന്തിക്കുന്നതായ കാര്യങ്ങളുള്ളത്. അതിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, 10 വരെ മാത്രം പറഞ്ഞു നിർത്തിയിട്ട് അബ്രഹാം പോയി, അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനെ അവിടെ വെച്ച് വിട്ടിട്ട് പോയി. അതിനർത്ഥം 50 പേരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ പട്ടണത്തിൽ എത്ര നീതിമാന്മാരുണ്ടെന്ന് സകലത്തെയും അറിയുന്നതായി ദൈവത്തിനറിയാം. പക്ഷേ എങ്കിലും അബ്രഹാമിന് ദൈവം അവസരം കൊടുക്കുകയാണ്, അതെ, ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അബ്രഹാം 10 വരെ പറയാതെ അതെ 4 വരെ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ ആ ദേശം വിടുവിക്കപ്പെടുകയില്ലയോ? പക്ഷേ അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഞാൻ 10 പേരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം അതിനെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ 10 പേരിൽ താഴെ പോലും അവിടെ നീതിമാന്മാരില്ല, അതേ ലോത്തും കുടുംബം ഒഴികെ എന്ന് അബ്രഹാമിന് വ്യക്തമായ ബോധ്യമുണ്ടായി. എന്ന് മാത്രമല്ല, ചില വേദപഠിതാക്കൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോത്ത് അവിടെ തൻ്റെ കുടുംബത്തോടൊപ്പം താമസിച്ചെങ്കിലും ഒരു വ്യക്തിയെ പോലും ആ പട്ടണത്തിൽ നിന്നും ദൈവത്തിനായി നേടുവാനോ, അല്ല തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം മൂലം ചിലരെയെങ്കിലും ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്കോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരെ കൊണ്ടുവരാനോ ഈ ലോത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാശം ലോത്ത് നിമിത്തം കൂടെ അവിടെ ഉണ്ടാകുകയാണ്. പക്ഷേ ലോത്ത് നിമിത്തമല്ല ദൈവം ലോത്തിനെ വിടുവിക്കുന്നത്, അബ്രഹാം നിമിത്തമാണെന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 19-ാം അധ്യായത്തിലെ ചിന്തകളിലേക്ക് വരുമ്പോൾ അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതേ ലോത്തിനെ പോലെ ആകരുത് നമ്മൾ, മറിച്ച് അബ്രഹാമിനെ പോലെ ആകണം.
നോക്കൂ, സോദോം ഗോമോറ പട്ടണത്തെ ദൈവം നശിപ്പിക്കുമ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചതിൻ്റെ കാരണം അബ്രഹാമിനെ ഓർത്തിട്ടാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ ദൈവം ചെയ്യുന്നതായ പ്രവൃത്തി എത്ര വലുതാണെന്ന് നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എപ്പോഴും ഓർക്കും, എപ്പോഴും ഓർക്കും. അതെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം നമ്മെ ഓർക്കും, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഓർക്കും, നമ്മുടെ ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ ഓർക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക, മധ്യസ്ഥത അണയ്ക്കുക, ദൈവം മുമ്പാകെ ജീവിക്കുക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്രകാരമായിരിക്കണം, ദൈവം മുമ്പാകെ ഞങ്ങളെ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ ഗ്രഹിപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് അത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കണമെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.